ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കലത്തപ്പമാണ്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 240 ml കപ്പിൽ 3/4 ഭാഗം വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് 3 സ്പൂൺ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഒരു പാത്രത്തിൽ ഈ അരിപ്പൊടി ഇട്ട് പച്ചവെള്ളത്തിൽ കുഴച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് നമുക്ക് റെഡിയാക്കാം. വറുത്ത അരിപ്പൊടി ഇല്ലാത്തവർ പച്ചരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കുതിർത്തി വൈകുന്നേരം ആകുമ്പോൾ അടിച്ചെടുത്തും നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ചോയ്സിന് ഞാൻ വിട്ടു തരുന്നു. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് കുഴ വരണം, എന്നാലേ നമ്മൾക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചെങ്കിൽ മാത്രമേ അത് കുതിർന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ഒന്ന് ഉരുട്ടി നോക്കണം. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. പരത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഉരുട്ടി അതിനകത്ത് വെക്കേണ്ട, പരത്തി ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇതിൻ്റെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മൾക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. 3 സ്പൂണ് ഉഴുന്ന് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഉള്ളി 10 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ അരമുറി കൊത്തിയത് വെച്ചിട്ടുണ്ട്. ഇനി ജീരകമാണിത്. ജീരകപ്പൊടി ഒരു പിഞ്ചിട്ടിട്ടുണ്ട്. അരമുറി നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ ഉഴുന്ന് പരിപ്പും ജീരകവും ഇത് ശരിക്കും അരിഞ്ഞ് കിട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ 2 TSP നാളികേരം ചിരണ്ടിയതും കൂടെ നമ്മൾ ഇടാൻ പോവുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്ക് നാളികേരം ഒന്ന് ഇടാം. കൈകൊണ്ട് തന്നെ ഞാനിട്ട് സ്പൂൺ എടുത്തില്ല, കാരണം വെച്ചാൽ എനിക്കറിയാം ഇത്ര ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ എടുത്തിട്ടു. നമുക്കിതൊന്ന് നന്നായിട്ട് അരയണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാക്കി നാളികേരം ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഇടണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കേട്ടോ. ഇനി ബാക്കി നാളികേരം ചിരണ്ടിയതും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് അധികം നന്നായിട്ട് അരയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ രാവിലെ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മളുടെ ഒരു നാളികേരം ഒന്ന് കൊത്തി വെച്ചിരിക്കുന്നത് വറക്കാനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കൂടെ ഒഴിക്കാം. ഇതും കൂടെ ഒഴിച്ചു. ഇനി നമ്മൾക്ക് അതൊന്ന് ചൂടായ ശേഷമാണ് ഈ നാളികേരം കൊത്തി ഇട്ടിരിക്കുന്നത് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് കരിയാതെ കണ്ട് നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മൊത്തത്തിൽ മാറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇടുന്നത്. ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി അതും കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ആറാനായിട്ട് വെക്കാം. ആറിയ ശേഷമേ നമ്മൾ മാവിലെടുത്ത് ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ആറട്ടെ. ഇനി നമ്മുടെ കലത്തപ്പം ആവി കയറ്റിയെടുക്കാനുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ നാളികേരം കുത്തിയതും ഉള്ളി വറുത്തതും നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് മാവിലേക്ക് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ലേശം ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഞാൻ ഈ ഉപ്പ് കല്ല് കലക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഞാനിത് കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉപ്പ് നീര് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ ഇടുക. ഇനിയും നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തടവിയ ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ സൈഡിലൊക്കെ നന്നായിട്ട് പരണ്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മാവ് ഒഴിക്കാം. ഇത് ആവശ്യത്തിന് മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച കിട്ടിയിരിക്കുന്ന കുരുത്തോല ഉണ്ടല്ലോ, അത് കുരിശാകൃതിയിൽ വെക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വെക്കുന്നില്ല. ഇത് പെസഹ വ്യാഴാഴ്ച മാത്രമേ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതൊരു വലിയ പീസും ഒരു ചെറിയ പീസും എടുത്ത് കഴിഞ്ഞിട്ട് കുരിശാകൃതിയിൽ വെച്ച് നമ്മളുടെ അപ്പത്തിൻ്റെ നടുവശത്തായിട്ട് നമ്മൾ വെക്കുകയുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന മാത്രമേ ഉള്ളൂ, ഞാൻ വെക്കുന്നില്ല. ആവി വന്നു നന്നായിട്ട് നമ്മളുടെ അപ്പം ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മളുടെ സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാൻ വയ്ക്കാം. ബാക്കിയുള്ള മാവ് നമ്മളിതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ ഈ മാവ് പറ്റി പിടിക്കും. അതായത് നമ്മൾക്കത് പിടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 TSP വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിക്കുക. വലിയ സ്പൂണായിരിക്കണം. ബാക്കി മാവ് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുറച്ച് മാവല്ലേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ നമുക്ക് ആ പാൻ മൊത്തം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ ഒഴിച്ചെങ്കിൽ ആ നല്ല ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുകളിൽ കൂടെ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് അതിൻ്റെ തീയുണ്ടല്ലോ, ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മൾക്ക് ഈ പാനിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതിനകത്തിട്ടിരിക്കുന്ന ഇതിലുള്ള ഈ നാളികേരത്തിൻ്റെ കൊത്തും ഉള്ളിയൊക്കെ നമ്മൾ ഇതിനകത്തുണ്ടല്ലോ, ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് മറിച്ചിട്ടു, പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് മൂടി വയ്ക്കാം. നമ്മളുടെ ആവി കയറ്റുന്ന പാത്രം നമ്മൾക്കൊന്ന് തുറന്ന് നോക്കി അത് നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ച കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ പാനിലെ കലത്തപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് കലത്തപ്പം റെഡിയാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുക്കുന്ന ഈ ഭക്ഷണം വളരെയധികം പ്രാർത്ഥനയോടും അതിൻ്റെ ചൈതന്യത്തോടും കൂടെ അവ ഭക്ഷിക്കുകയും നമ്മുടെ ഇളം തലമുറയ്ക്ക് അവിടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും വേണം. എല്ലാവർക്കും അഡ്വാൻസായി പെസഹ തിരുനാൾ ആശംസകൾ നേരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.